നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമത്തിൽ വലിയ മാറ്റം. കുവൈത്തിൽ ഇനി മുതൽ കുവൈത്തുകാരുടെ ലൈസൻസ് 15 വർഷത്തേക്കും പ്രവാസികളുടേത് 5 വർഷത്തേക്കുമായിരിക്കും. അനധികൃതമായി ഉപയോഗിച്ച 66,584 ലൈസൻസുകൾ അധികൃതർ റദ്ദാക്കി. GCC രാജ്യങ്ങളുടെ സംയുക്ത GDP 2024 അവസാനത്തോടെ $587.8 ബില്യൺ ആയി. 2023 Q4ലേക്കാളും $8.8 ബില്യൺ വർധനവാണ് ഉണ്ടായത്. വളർച്ചാ നിരക്ക് 1.5%. ഇന്ത്യൻ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നേറ്റം. UK കരാറിനു ശേഷം ഇന്ത്യ ഒമാനുമായി FTA ഒരുക്കുന്നു. 2023 നവംബർ മുതൽ നടന്നുവരുന്ന ചർച്ചകൾ സമാപനത്തിലേക്ക്. സൗദിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് സൂചിക ഉയർന്നു. തദാവുൽ സൂചിക 10,956.22 പോയിന്റിലെത്തി. വ്യാപാര മൂല്യം 3.46 ബില്യൺ റിയാൽ. IIM അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് സെപ്റ്റംബറിൽ തുറക്കും. ഇന്ത്യയുടെ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുന്ന ഈ നടപടിയിൽ ഇന്ത്യയും UAEയും പങ്കാളികളാകുന്നു. കുവൈത്തിൽ പുതിയ വിസ സംവിധാനം. GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കായി കുവൈത്ത് പുതിയ വിസ സംവിധാനം ആരംഭിച്ചു. സന്ദർശകർക്കും ബിസിനസ് യാത്രക്കാർക്കും കൂടുതൽ ലാഭകരം. ഇറാഖിൽ 52 ഡിഗ്രി ചൂട്. സർക്കാർ ഓഫീസുകൾ അടച്ചു. ദക്ഷിണ ഇറാഖിൽ കനത്ത ചൂട് പകർന്നു. 7 ഗവർണറേറ്റുകളിൽ സർക്കാർ ഓഫീസുകൾ അടച്ചതായി അധികൃതർ അറിയിച്ചു. 2025 GCC സാമ്പത്തിക വളർച്ച 4.4% എത്തുമെന്ന പ്രവചനം. ഓയിൽ അല്ലാത്ത മേഖലകളിലൂടെയും ടൂറിസത്തിലൂടെയും വലിയ മുന്നേറ്റം നടക്കും. അല്ലയിലും ഷാർജയിലും കനത്ത മഴയും ആലിപ്പഴവും. മഴക്കാലത്തിൽ GCCയിൽ നിന്നുള്ള തണുപ്പ് അനുഭവമായി. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറലായി. റിയാദിൽ ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ ട്രയൽ ആരംഭിച്ചു. സ്മാർട്ട് ട്രാൻസ്പോർട്ട് സംവിധാനത്തിന്റെ ഭാഗമായുള്ള പരീക്ഷണം ശ്രദ്ധേയമാകുന്നു. GCC റെയിൽവേ പദ്ധതിയിൽ മുന്നേറ്റം. 2025 അവസാനത്തോടെ GCC റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് GCC ജനറൽ സെക്രട്ടറി ഉറപ്പു നൽകി. GCC ടൂറിസം മേഖലയിൽ പുത്തൻ കുതിപ്പ്. 2025 ആദ്യ പകുതി മാത്രം 2.6 കോടി ടൂറിസ്റ്റുകൾ ഗൾഫ് മേഖലയിലേക്ക്. ഗ്രാൻഡ് ടൂർ വിസയും പ്രധാന സഹായമാകുമെന്ന് വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.